എടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LGS ലെവലിലുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 12 പേനയുടെ വിറ്റ വിലയും 16 പേനയുടെ വാങ്ങിയ വിലയും തുല്യമാണ് എങ്കിൽ ലാഭശതമാനം എത്ര? അപ്പോൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ഇത്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. ലാഭശതമാനം കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. പക്ഷേ ഇവിടെ നമുക്കാകെ തന്നിട്ടുള്ളത് 12 പേനയുടെ വിറ്റ വിലയും 16 പേനയുടെ വാങ്ങിയ വിലയും തുല്യമാണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് ലാഭമില്ല, വാങ്ങിയ വിലയില്ല, വിറ്റ വിലയില്ല, ഒന്നുമില്ല. പക്ഷേ നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കണം. പക്ഷേ ഈ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം തന്നിട്ട് ലാഭശതമാനം കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്? വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ എണ്ണം ഗുണം 100. വിറ്റ എണ്ണം ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ എണ്ണം ഇൻറ്റു 100. അതായത് ഇത്ര പേനയുടെ വിറ്റ വിലയും ഇത്ര പേനയുടെ വാങ്ങിയ വിലയും തുല്യമാണെന്ന് തന്നിട്ട് ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ എണ്ണം ഇൻറ്റു 100 ഈക്വൽ ടു, ഇവിടെ വ്യത്യാസം 16 മൈനസ് 12 ഡിവൈഡഡ് ബൈ വിറ്റ എണ്ണം എത്രയാണ്? 12 പേനയുടെ വിറ്റ വിലയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിറ്റ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്, ഗുണം 100 ഈക്വൽ ടു 16 മൈനസ് 12 4 ഡിവൈഡഡ് ബൈ 12 ഗുണം 100. വെട്ടാലോ? 4 12 വെട്ടാം, 1 3. ബാക്കി എത്രയുള്ളത്? 100 ഭാഗം 3. എന്തായാലും ഒരു ഭിന്നസംഖ്യയായിരിക്കും, ചെയ്ത് നോക്കാം. 100 ഭാഗം 3 ചെയ്യുമ്പോൾ 3 ഗുണം 3 9, ശിഷ്ടം 1 0. 3 ഗുണം 3 9, ശിഷ്ടം 1. എടുത്തെഴുതുമ്പോൾ 33 1/3 ശതമാനമാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് 2/3 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 2/3 മൈനസ് 1/2 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ചിലരെങ്കിലും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോർമുലയിലൊക്കെ ചിന്തിക്കും. പക്ഷെ നമുക്കതൊന്നും ഇവിടെ വേണ്ട, ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു സൈൻ നടുക്ക് കിടക്കുകയല്ലേ. അപ്പോൾ അതിലോട്ടൊന്നും പോകണ്ട, നമുക്കിതല്ലാതെ തന്നെ ചെയ്യണം. ഇവിടെ നമുക്ക് അറിയാം, രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? 2/3 പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 2/3 മൈനസ് 1/2 ഡിവൈഡഡ് ബൈ ഒരു 7 കൂടെ ഉണ്ട് ഈക്വൽ ടു, നമുക്ക് ചെയ്യാമല്ലോ. 2 ഗുണം 2 എത്രയാണ്? 4 പ്ലസ് 3 ഗുണം എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 3 ഗുണം 2 6. അതായി ഡിവൈഡഡ് ബൈ, ഇവിടെ ചെയ്യുമ്പോൾ 2 ഗുണം 2 4 മൈനസ് 3 ഗുണം 1 3 ഡിവൈഡഡ് ബൈ 3 ഗുണം 2 6. കഴിഞ്ഞിട്ടില്ല, ഒരു ഡിവൈഡഡ് ബൈ 7 കൂടെ ഉണ്ട് ഈക്വൽ ടു 4 പ്ലസ് 3 എത്രയാണ്? 7 7/6 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 1 1/6 ഡിവൈഡഡ് ബൈ 7. നമുക്കറിയാം, രണ്ട് ഭിന്നസംഖ്യകൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 7/6 ഗുണം 6/1. ഇവിടെ ഡിവിഷൻ അല്ലേ, അതും ഗുണമാകുമ്പോൾ 7 എന്നുള്ളത് 1/7 ആവുന്നു. ഈ 6 നമുക്ക് വെട്ടിക്കൂടെ? ബാക്കി എത്രയല്ലേ? 1 പോവും, ബാക്കി 7/7 ഈക്വൽ ടു 1 നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ് ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? നമുക്കറിയാം, n+1/2 ആണെന്നറിയാം. എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? n+1/2. ഇവിടെ n ആയിട്ട് എടുക്കേണ്ടത് എന്ത് തന്നെയാണ്? നമുക്ക് എത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണോ കാണേണ്ടത് അതായിരിക്കണം n ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ 20 എണ്ണത്തിൻ്റെ അല്ലേ കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറയുന്നത് 20 ആണ്. ഈക്വൽ ടു n+1, അതായത് 20 + 1/2 ഈക്വൽ ടു 21/2 ഈക്വൽ ടു 10.5 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യം 2/9 2/5 6/8 2/5 എന്നീ സംഖ്യകളുടെ ഉസാഖ എത്ര? അപ്പോൾ നമുക്കിവിടെ 4 ഭിന്ന സംഖ്യകൾ തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉസാഖയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭിന്നസംഖ്യകളുടെ ഉസാഖ കാണുന്നത് എങ്ങനെയാണ്? ഭിന്നസംഖ്യകളുടെ ഉസാഖ കാണുന്നത് അംശങ്ങളുടെ ഉസാഖ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗുവും. നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ് ഭിന്നസംഖ്യകളുടെ ലസാഗുവും ഉസാഖയും കാണാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഭിന്നസംഖ്യയുടെ ഉസാഖയാണ് കാണേണ്ടത് എങ്ങനെയാണ്? അംശങ്ങളുടെ ഉസാഖ ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ ലസാഗു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 2/9 2/5 6/8 2/5.
അപ്പോൾ നമുക്ക് ആദ്യം എന്താ കാണേണ്ടത്? അംശങ്ങളുടെ ഉസാഖ. ഇവിടെ അംശങ്ങൾ ഏതൊക്കെയാണ്? 2, 2, 6, 2. അപ്പോൾ നമുക്കിതിൻ്റെ ഉസാഖയാണ് കാണേണ്ടത്. എല്ലാം 2ൻ്റെ ഗുണിതങ്ങളല്ലേ, 2 വെച്ച് പോവും. 1, 1, 3, 1. ഇനി ഏതെങ്കിലും പോവൂ? ഇല്ല. ലെഫ്റ്റ് സൈഡിലുള്ള സംഖ്യ മാത്രം എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടി HCF എത്രയാണെന്ന് കിട്ടി? HCF കിട്ടി 2. ഇനി നമുക്ക് ഛേദങ്ങളുടെ LCM വേണം, ഛേദങ്ങളുടെ ലസാഗു വേണം. ഛേദങ്ങൾ ഏതൊക്കെയാണ്? 9, 5, 8, 5. ഇതിൽ 2 5 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 5 വെച്ച് പോകും. 9 അതുപോലെ എഴുതുന്നു, 1 5 5. 8 അതുപോലെ എഴുതുന്നു, 1 5 5. ഇനി ഒന്നിന് പോകത്തില്ലല്ലോ. 9 5 45. 45 ഗുണം 8 ചെയ്യുമ്പോൾ 8 5 40 0, 4 ശിഷ്ടം, 4 32, 4 36. നമുക്ക് എന്ത് കിട്ടി? HCF 2 എന്ന് കിട്ടി. 2 LCM 360. 2 360 ഈക്വൽ ടു വെട്ടാലോ 1 180. 1 180 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗത്തിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? അപ്പോൾ സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യമാണ് ഇത്. അപ്പോൾ നമുക്ക് ചോദ്യം തന്നിട്ടുണ്ട്, ഒരു സൈക്കിൾ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ പോരേടാ. ഈക്വൽ ടു 25 ഗുണം 3.5 ഡിവൈഡഡ് ബൈ 5. ഇത് 5 25 വെട്ടാം, 5. ബാക്കി എത്രയുള്ളത്? 5 ഗുണം 3.5. അത് ചെയ്യാനായിട്ട് 35 ഗുണം എത്രയാണ്? 175. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 17.5 മിനിറ്റ് ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, വർഗവും വർഗ്ഗമൂലം എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ നല്ല അടിപൊളി ഒരു ചോദ്യമാണ് ഇത്. റൂട്ട് 21 × 8 × 7 × 6. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് റൂട്ട് 21 ഗുണം 8 ഗുണം 7 ഗുണം 6, 7 ഗുണം 6. ഇതിനെ നമുക്ക് ഓരോരോ റൂട്ടിലാക്കാമല്ലോ ഇതിനെല്ലാത്തിനെയും. റൂട്ട് 21 ഗുണം റൂട്ട് 8 ഗുണം റൂട്ട് 7 ഗുണം റൂട്ട് 6. ഇങ്ങനെ എഴുതി എന്തെങ്കിലും തെറ്റുണ്ടോടാ? ഒരു തെറ്റുമില്ല. ഈക്വൽ ടു നമുക്ക് റൂട്ട് 21 ഏതെങ്കിലും 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാമല്ലോ. എഴുതാം. റൂട്ട് 21 3 ഗുണം 7 എഴുതിക്കൂടെ? 3 ഗുണം 7 21 ഇൻറ്റു അതുപോലെ തന്നെ റൂട്ട് 8 നമുക്ക് ഗുണനമായിട്ട് എഴുതിക്കൂടെ? റൂട്ട് 4 ഗുണം 2. ഓക്കെ അല്ലേ? ഇൻറ്റു റൂട്ട് 7 അതുപോലെ തന്നെ ഇടാം. റൂട്ട് 7 ഇൻറ്റു റൂട്ട് 6 നമുക്ക് റൂട്ട് 3 ഗുണം 2 എഴുതിക്കൂടെ? എഴുതാം. ഇനി നമുക്ക് ഈ സംഖ്യകളെ വീണ്ടും ഓരോന്നും ഇത് എഴുതിക്കൂടെ? അതായത് റൂട്ട് 3 ഗുണം റൂട്ട് 7 ഗുണം റൂട്ട് 4 ഗുണം റൂട്ട് 2 ഗുണം റൂട്ട് 7 അതുപോലെ എഴുതുന്നു ഗുണം റൂട്ട് 3 ഗുണം റൂട്ട് 2. അതിന് അടുത്ത സ്റ്റെപ്പിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്നാണ് കിടക്കുന്നതെങ്കിൽ, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എക്സ് ആയിരിക്കും. അതായത് റൂട്ടിനകത്തുള്ള 2 സംഖ്യകളും സെയിം ആണ്. അവ തമ്മിൽ ഗുണിക്കാനാണ് തന്നിരിക്കുന്നതെങ്കിൽ അതേ സംഖ്യ തന്നെയായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് മനസ്സിലായല്ലോ. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ റൂട്ട് 3 ഉണ്ട്, റൂട്ട് 3 ഉണ്ട്, നടുക്ക് ഗുണന ചിഹ്നമില്ലേ? അപ്പോൾ നമ്മളിതാ ഇത് രണ്ടും കൂടെ അങ്ങ് ഗുണിക്കുന്നു. റൂട്ട് 3 ഗുണം റൂട്ട് 3 എത്ര കിട്ടും? 3. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, റൂട്ട് എക്സിൻ്റെ റൂട്ട് എക്സ് എക്സ് ആണ്. അപ്പോൾ റൂട്ട് 3 ഗുണം റൂട്ട് 3 3. നടുക്കത്തെ ചിഹ്നം എത്രയാണ്? ഗുണം. ഇവിടെ റൂട്ട് 7 ഉണ്ട്, റൂട്ട് 7 ഉണ്ട്, 2 റൂട്ട് 7 ഉണ്ട്, നടുക്കത്തെ ചിഹ്നം ഗുണനമല്ലേ? ഗുണിക്കുന്നു. എത്ര കിട്ടുന്നു? 7 കിട്ടുന്നു. അടുത്ത സംഖ്യ ഏതാണ്? റൂട്ട് 4. റൂട്ട് 4 എന്ന് പറയുന്ന പെർഫെക്റ്റ് റൂട്ടല്ലേ? റൂട്ട് 4ൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ അതുമായി. അടുത്തത് റൂട്ട് 2 കിടക്കുന്നു, റൂട്ട് 2 കിടക്കുന്നു, തമ്മിൽ ഗുണിക്കുന്നു. റൂട്ട് 2 ഗുണം റൂട്ട് 2 ഇൻറ്റു 2 ഈക്വൽ ടു 3 ഗുണം 7 എത്രയാണ്? 21. 21 ഗുണം 2 42. 42 ഗുണം 2 84 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ് റൂട്ട് 45 ഗുണം റൂട്ട് 40 ഗുണം റൂട്ട് 25 ഗുണം റൂട്ട് 16. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് 45 ഗുണം റൂട്ട് 40 ഗുണം റൂട്ട് 25 ഗുണം റൂട്ട് 16. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ നല്ല തുടങ്ങേണ്ടത്. ഏറ്റവും ഇങ്ങ് അറ്റത്ത് നോക്കുക. ഏറ്റവും ഇങ്ങ് അറ്റത്ത് കിടക്കുന്ന ഒരു പെർഫെക്റ്റ് റൂട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. റൂട്ട് 45 ഗുണം റൂട്ട് 40 ഗുണം റൂട്ട് 25 ഗുണം
റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലേടാ? 4 ഈക്വൽ ടു റൂട്ട് 45 ഗുണം റൂട്ട് 40 ഗുണം റൂട്ട് 25 ഗുണം 4 എത്രയാണ്? 100 അല്ലേ? 100 എടുത്ത് എഴുതുന്നു ഈക്വൽ ടു റൂട്ട് 45 ഗുണം റൂട്ട് 40 ഗുണം റൂട്ട് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്ട്രാ? 10 അല്ലേ? 10 അതെടുത്ത് എഴുതുന്നു ഈക്വൽ ടു റൂട്ട് 45 ഗുണം റൂട്ട് 40 ഗുണം 10 എത്രയാണ്? 400 അല്ലേ? അതെടുത്ത് എഴുതുന്നു 400. ഇങ്ങോട്ട് എഴുതാം ഈക്വൽ ടു റൂട്ട് 45 ഗുണം റൂട്ട് 400ൻ്റെ വാല്യൂ എത്രയാണ്? 20 അല്ലേ? 20 ഈക്വൽ ടു റൂട്ട് 45 ഗുണം 20 എത്രയാണ്? 45 ഗുണം 10 450. അപ്പോൾ 45 ഗുണം 20 450 പ്ലസ് 450 900. റൂട്ട് 900ൻ്റെ വാല്യൂ എത്രയാണ്ടാ? 30 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?